അപ്പോസ്തല പ്രവൃത്തി തന്നെ 10-ാമത്തെ അധ്യായത്തിലെ ഒരു വാക്യം വായിച്ച്, 2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് പ്രധാന ചിന്തയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഒരുങ്ങാം. 10-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ദയവായിട്ട് വായിച്ചാട്ടെ. 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ, അടുത്ത വാക്കോടെ, വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. മതി, സ്തോത്രം. അവരൊരുക്കുമ്പോഴേക്കും അവനൊരു വിവശത വന്നു. സ്തോത്രം. ഒരു വിവശത വന്നു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങൾ മുന്നോട്ട് കിടക്കുകയാണ്. പക്ഷേ ഒരു ചിന്തയ്ക്ക് തുടക്കം കുറിക്കാൻ ആ വാക്കുകൾ അടർത്തിയെടുത്ത് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം, സ്തോത്രം, ആത്മീക ചരിത്രത്തിലെ ഒരു വ്യത്യസ്ത അധ്യായമാണ്. ഒരു പ്രത്യേക സ്തോത്ര അധ്യായമാണ്. ജാതീയനായിരിക്കുന്ന കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ, ശതാധിപനാണ്, ഉന്നത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ ദൈവമായ കർത്താവ് സഭയ്ക്കകത്ത് കയറ്റുകയാണ്. അതാണ് ഈ അധ്യായത്തിലെ പ്രമേയം. സഭ തുടങ്ങിയൊരു സമയമാണത്. അപ്പം അതിനകത്തേക്ക് ആളുകളെ കയറ്റുന്നത് സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ കയ്യിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ സ്തോത്രം, നമ്മളാരും അറിയാത്ത, ഉപദേശിമാരറിയാത്ത, പത്രോസ് അറിയാത്ത, പൗലോസ് അറിയാത്ത, അപ്പോസ്തലന്മാരറിയാത്ത ആരൊക്കെയോ ദൈവത്തിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇവർ ട്രാക്റ്റും കൊണ്ട് പോയപ്പോൾ കണ്ടൊരു വീടല്ലത്. സർവശക്തനായി ദൈവം തൻ്റെ സഭ തുടങ്ങുമ്പോൾ, ഇത് 9-ാം അധ്യായത്തിൽ 10-ാം അധ്യായത്തിലേക്കൊക്കെ വരുന്നത് തുടക്കകാലമാണ്. സ്തോത്രം. ആ ഒരു വലിയ സഭയുടെ ഔപചാരിക സ്തോത്രം തുടക്കം കുറിച്ചതിന് അധികം നാളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം അതിനകത്ത് വ്യത്യസ്തമായ രീതിയിൽ ആളുകൾ ഉണ്ടാകണം. അപ്പം അതിനൊക്കെ ദൈവമായ കർത്താവ് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക ഓരോരുത്തരെ. അതിൽ ബിസിനസ്സുകാരുണ്ടാകണം, പട്ടാളക്കാരുണ്ടാകണം, വലിയ പാരമ്പര്യക്കാരുണ്ടാകണം, യഹൂദനുണ്ടാകണം, ജാതീയനുണ്ടാകണം. സ്തോത്രം. പിന്നെ അങ്ങനെ ഓരോരുത്തരും വേദപുസ്തകം പഠിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ഇതെല്ലാം ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ ഈ സഭയെ നോക്കി അതൊക്കെ പറയാം. എല്ലാത്തരം ആളുകളും കയറണം. സ്തോത്ര. ഹല്ലേലൂയ. ചില സഭകളുണ്ട് അങ്ങനെ. ഞാനിപ്പോൾ കുറ്റം പറയാൻ നിൽക്കുന്നില്ല. ഇന്ന് കഴിഞ്ഞാൽ സ്തോത്രം എൻ്റെ മൂഡ് വേറെ സ്റ്റൈലിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ നല്ലത് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകും. അപ്പോൾ സ്തോത്രം, ചില ടൈപ്പ് ആളുകളെ മാത്രമേ ചില സഭക്കാരെടുക്കുകയുള്ളൂ. സ്തോത്രം. അവരുടെ വേറെ ആരെങ്കിലും വന്നാൽ ചിലപ്പോൾ അവർ പറയും, അടുത്ത ആഴ്ച പോലെ വേറൊരു സഭയുടെ അഡ്രസ്സും തരാം, വണ്ടിക്കൂലിയും തരാം, അവിടെ പൊക്കോളം പറയും. സ്തോത്രം. പക്ഷെ കർത്താവിൻ്റെ സഭയ്ക്കകത്ത് കർത്താവ് പലരെയും കണ്ടു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു മൂവ്മെന്റ് നടന്നതിന് ശേഷം അടുത്തത് കണ്ടുവച്ചിരിക്കുന്ന ചിലരെ കർത്താവ് പറിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുമ്പോൾ കൂടുതലും സഭയോട് നോക്കിയാ ദൈവം പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം കണ്ടുവെച്ച ചിലരെ പറിക്കും ദൈവം. അതിന് ദൈവം പരിപാടികൾ നടക്കുക, സംഭവങ്ങൾ നടക്കുക. കർത്താവ് കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ സ്തോത്രം ദീർഘനാളുകളായി അദ്ദേഹം പ്രാർത്ഥിക്കുന്നയാളാണ്, ഭക്തനാണ്. സ്തോത്രം. അയാൾ ഒരുപാട് ഉപകാരം ചെയ്യുന്ന ആളാണ്. സ്തോത്രം. അയാളെ ആർക്ക് കിട്ടിയാലും ദാനധർമ്മമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സ്തോത്രം. എന്ത് ചെയ്താലും അങ്ങനെ ഒരാളെ കിട്ടുന്നത് തന്നെ സഭയ്ക്ക് ഒരു അനുഗ്രഹമല്ലേ. സ്തോത്രം. കാരണം അയാൾ ഇതൊന്നും അല്ലാത്ത കാലത്ത് ആരെങ്കിലും കണ്ടാൽ ദാനധർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയുക, കൊച്ചിനും പഠിപ്പിക്കാൻ കാശില്ല, അഡ്മിഷൻ എടുക്കാറായി സാറേ. സ്തോത്രം. ഭർത്താവ് കള്ളുകൂടിയനാ, നിവൃത്തിയില്ല, കൊച്ചെല്ലാത്തിനും A+ മേടിച്ച് അവൾക്ക് നേഴ്സിങ്ങിന് പോകണമെന്ന ആഗ്രഹം. ഇപ്പോഴത്തെ കാലത്ത് നേഴ്സിങ്ങിന് പോകണമെങ്കിൽ മിനിമം തുടക്കത്തിൽ ഒരു 3 ലക്ഷം രൂപ വേണം. സ്തോത്രം. എന്ന് പറയുമ്പോൾ 10 രൂപ എടുത്ത് കൊടുത്ത് വിടുന്ന ആളുകളുണ്ട്. 10 രൂപ. പക്ഷെ ഇദ്ദേഹത്തോട് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു കൊച്ചിനെ പഠിപ്പിക്കാനുള്ളത് മുഴുവൻ അയാൾ കൊടുക്കും. അങ്ങനെ ഒരാളെ സഭയ്ക്ക് കിട്ടുന്നത് നല്ലതല്ലേ? സ്തോത്രം. സഭയ്ക്ക് കിട്ടുന്നത് നല്ലതല്ലേ? നമ്മൾ മിക്കവാറും എല്ലാം സ്തോത്രം നമുക്കെന്ത് കിട്ടുമെന്നൊരു ചിന്ത കൊണ്ടാണ്. പക്ഷെ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വഭാവം തന്നെ സ്തോത്രം. അത് നിങ്ങളോട് ഞാൻ ഈ പറയുന്നതെല്ലാം അങ്ങ് ദൂതായിട്ട് വരിക. ഞാനിങ്ങനെ തെന്നി പോകാൻ നോക്കുമ്പോൾ കർത്താവ് എന്നെ ശാസിച്ചത് പിടിച്ചു നിർത്തുക. സ്തോത്രം. നിങ്ങൾക്കറിയോ, കർത്താവിൻ്റെ സന്നിധാനത്തിന് നമുക്ക് മനസ്സുണ്ടെങ്കിലുണ്ടല്ലോ, ഇതെല്ലാം വചനം പഠിച്ചാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ.
നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മുടെ അപ്പൻ്റെ കാശോ നമ്മുടെ പെൻഷൻ കാശോ ഇതൊന്നുമല്ല. ഞാൻ നിങ്ങളെ ഒരു വാചനം കാണിച്ചു തരാം. അയക്കാലൊന്നും പോകുന്ന ശ്രോത്രം എൻ്റെ വഴിക്ക് അയക്കാലും പ്രസംഗം പോകത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് പോട്ടെ. ശ്രോത്രം കർത്താവിൻ്റെ വഴിക്ക്, കർത്താവിൻ്റെ ഞാൻ കുറിച്ച് വെച്ചിരിക്കുന്നതൊക്കെ എത്തുമെന്ന് പോലും അറിയല്ല. ശ്രോത്രം ഞാനൊരു വാക്യം നിങ്ങളെ കാണിച്ചു തരാം, നോക്കട്ടെ. ശ്രോത്രം അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. കർത്താവ് ശ്രോത്രം ദൈവമേ, സ്തോത്രം. ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് പറയുന്നത് സ്തോത്രം കർത്താവേ. ഓക്കെ, 2 തിമോത്തിയോസ് 3-ാം അധ്യായം, 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കാമോ? 2 തിമോത്തിയോസ് 3:16. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. മതി. ദൈവത്തിൻ്റെ മനുഷ്യൻ, ആ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. സൽപ്രവൃത്തിക്ക് വക പ്രാപിച്ച് തികഞ്ഞവനാകണം ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താ? സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ പ്രവൃത്തി? സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ആരെങ്കിലും സ്തോത്രം ഒരാൾ വന്ന് ഒരു നല്ല പ്രവൃത്തി, കൊച്ചിന് കല്യാണം കഴിക്കാൻ വൃത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുക്ക് വരുമ്പോൾ സ്തോത്രം നമ്മൾ കാര്യങ്ങളൊക്കെ എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം അവർക്ക് തോന്നി മിക്കവാറും കൊച്ചിൻ്റെ കല്യാണം അവർ തന്നെ നടത്തി കൊടുക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് പറയുക എന്നാണ് സ്തോത്രം, ഞങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണം ഈ അടുത്തിടയ്ക്ക് നടന്നുള്ളൂ, നടന്നില്ലായിരുന്നെങ്കിൽ നിൻ്റെ കൊച്ചിൻ്റെ കല്യാണം തരായിരുന്നു എന്ന് പറഞ്ഞ് വിടുവാണെങ്കിലോ. സ്തോത്രം. പക്ഷേ നമുക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ടെന്നറിയില്ല. നമുക്ക് ആഗ്രഹമുണ്ട് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരു 5 കൊച്ചുങ്ങളുടെ കല്യാണം നടത്തി കൊടുക്കാൻ. സമൂഹ വിവാഹമൊന്നുമല്ല, ആരും അറിയാതെ ആ കൊച്ചിന് നമ്മുടെ മോളുടെ കല്യാണം നടക്കും പോലെ ഡ്രസ്സ് എടുത്ത് ഒരു ഫംഗ്ഷൻ നടത്തി മാന്യമായ രീതിയിൽ സ്തോത്രം നടത്തി കൊടുക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഒരു 10 കൊച്ചുങ്ങളെങ്കിലും നേഴ്സിങ്ങിന് വിട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു 4 പേർക്കെങ്കിലും വീട് വെച്ച് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലേ? അതുമില്ലേ? എന്നാ പിന്നെ നടക്കാത്തേ? നമുക്ക് വകയില്ല. അവിടെ എഴുതിയിരിക്കുന്ന വാക്കതല്ലേ, വക. ഇങ്ങനെ വാക്ക് കണ്ടോ? സൽപ്രവൃത്തിക്ക് വക എന്നൊരു വാക്ക് കണ്ടോ? അതിനർത്ഥം എന്താ? വകയില്ലാത്തവർ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു ദൈവമേ, ഭയങ്കര ആഗ്രഹമുണ്ട് 10 പിള്ളേരെ കെട്ടിക്കണമെന്നും 10 പേർക്ക്. പക്ഷെ നമ്മൾ ചെയ്യാത്തതിൻ്റെ കാര്യം നമുക്ക് വകയില്ലാത്തതാ. വകയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളീ പലരും ചെയ്തേനെന്നറിയാം. നമ്മൾ പറയില്ലേ, കുത്താൻ അറിയുന്നവൻ്റെ കുന്തം കൊടുക്കുകയെന്ന് പറഞ്ഞ പോലെ. സ്തോത്രം. നമുക്ക് വകയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ വാക്ക് കണ്ടോ? വക പ്രാപിക്കണം. എവിടെയെങ്കിലും കുറ്റി അടിച്ച് ബക്കറ്റും കൊണ്ട് ഏനാത്ത് കവലെ കൊണ്ട് നടന്ന് പിരിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, ഒരു കള്ളവിസ എടുത്ത് സ്വത്രം നേരെ ദുബായി പോയിട്ട് തെണ്ടണം. എന്നോട് പിണങ്ങിയാലും വേണ്ടില്ല, ദുബായിക്കാരെന്നെ അങ്ങ് കയറ്റിയില്ലെങ്കിലും വേണ്ടില്ല. പക്ഷെ വചനമായിട്ട് പറഞ്ഞു അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അല്ല പിന്നെ സ്തോത്രം. പിന്നെ എവിടെന്നാ പ്രാപിക്കുന്ന ദൈവസഭ? ദൈവത്തിന്റെ മനുഷ്യൻ എവിടെന്നാ പ്രാപിക്കുന്നത്? സായിപ്പിന്റെ എന്നോ? പിന്നെ ആരുടെന്നാ പ്രാപിക്കുന്നേ? വേദപുസ്തകത്തിനകത്ത് പ്രാപിക്കാൻ പൗലോസ് എഴുതി, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ കണ്ടു 19 കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ടവൻ പ്രാപിക്കണം. രക്ഷിക്കപ്പെട്ടപ്പോൾ കിട്ടിയില്ല, പ്രാപിക്കണം. കിട്ടുമ്പോൾ എല്ലാം കൂടി കിട്ടിയല്ല. സ്തോത്രം. 19. അതൊക്കെ വലിയ ബൈബിൾ ക്ലാസ് എടുത്തതാണ്, പഠിക്കണം. അല്ലാതെ ഇപ്പം ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്താൽ ഒന്നും പിടികിട്ടിയാലേ. അതെ, ഈ 19 കാര്യങ്ങൾ ഓരോന്നും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒന്നും. നിങ്ങൾ ആ കാര്യം ഞാൻ പറയാം, ഒരു സംഭവം പോലും നമുക്ക് ഒരു സഭയ്ക്കകത്ത് വന്നിരുന്ന് വെറുതെ മസിൽ പിടിച്ചിരുന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരു പുള്ളി ഒരു ചുക്ക് പോലും തരികയില്ല.
സ്തോത്രം. ഞാൻ ബിജോപാസ സഭയാന്നോർത്തോണ്ടല്ല, കർത്താവിൻ്റെ സഭയാന്നോർത്തോണ്ട് പറയുക. വെറുതെ മെനക്കിടുക. ഇവിടെ ഉള്ളവർ രക്ഷപ്പെട്ട എങ്ങനെയാണെന്നറിയാമോ? ഇവിടെ ഒരു സ്രോതസ്സുണ്ട്. അവിടെ നിന്ന് പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചോളണം. ഇതിനകത്ത് അങ്ങ് പ്രാർത്ഥന തുടങ്ങുമ്പോൾ, ഇതിനകത്ത് ദൈവ സാന്നിധ്യം വരുമ്പോൾ, ഇതിനകത്ത് കൃപ വ്യാപരിക്കുമ്പോൾ, ഇതിനകത്ത് ഹല്ലേലൂയ എല്ലാവരും കൂടി ചേർന്ന് പാട്ടുപാടി, ദൈവദാസൻ പ്രാർത്ഥിച്ച്, കർത്തൃദാസി ഒരു പാട്ടുപാടി, സഭ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, ഇതിനകത്ത് ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ ഓപ്പണിംഗ് ഉണ്ടാകും. ഒരു ഓപ്പണിംഗ് ഉണ്ടാകും. ഹല്ലേലൂയ. ഒരു ഓപ്പണിംഗ് ഉണ്ടാകും. അതിങ്ങ് പ്രാപിച്ചുകൊണ്ടിരിക്കണം. വന്നിരുന്നിട്ട് പോയാൽ പോരാ. ഞായറാഴ്ചകളിൽ സഭായോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ തുടർമാനമായി കർത്താവിൻ്റെ സഭയിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് വന്നൊരു കടലാസിൽ എഴുതി കൊടുത്തിട്ട് പോയാൽ പോരാ. 4 പേരുടെ ഫോൺ നമ്പർ മേടിച്ചുകൊണ്ട് പോയാൽ പോരാ. ഇവിടെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഇവിടെ ഒരു ആത്മീയ അന്തരീക്ഷം സംജാതമാകും. ആ അന്തരീക്ഷത്തിനകത്ത് നിന്ന് നീ പ്രാപിച്ചോളണം. സ്തോത്രം പറഞ്ഞും ആരെ അടുത്തും വലത്തിരിക്കുന്നവരെ ഒന്നും നോക്കാതെ സ്തോത്രം പറഞ്ഞും സ്തുതിച്ചും ആരാധിച്ചു വേണമെങ്കിൽ ഇവിടെ മുട്ടുകുത്തിയും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചോളണം. ഹല്ലേലൂയ. യെസ്. അതിനി നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇന്നത്തെ യോഗത്തിൽ യേശു തമ്പുരാൻ ശുശ്രൂഷിക്കാൻ വന്നാലും യേശു തമ്പുരാൻ ഇതേ പറയുള്ളൂ. തെളിയാൻ പറയാ. എരിഹോവിലിരുന്ന കുരുടൻ, ആ കുരുടൻ കിടന്ന് നിലവിളിച്ചു. എല്ലാവരും അവൻ്റെ വാവൊത്തി. യേശു അവിടെ നിന്നു. യേശു പറഞ്ഞു അവനെയും കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? ഉടനെ അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. അത്രേ ഉള്ളൂ. എന്നാ പിടിച്ചോ എന്നാണ് പറഞ്ഞത്. അല്ല, ലൂക്കോസാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലമുടിനാര് കീറി എഴുതുമ്പോൾ എഴുതുന്നത്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാ. യേശു പറഞ്ഞ വാക്യത പ്രാപിക്കുക. അല്ലാതെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് തൂവാല പ്രാർത്ഥിച്ചു തരാം, സ്തോത്രം കണ്ണിൽ വെക്കാൻ വേണ്ടി കുക്കമ്പർ കണ്ടിച്ച് സ്തോത്രം അത് പ്രാർത്ഥിച്ചു തരാമെന്നല്ല പറഞ്ഞത്. മനസ്സിലായോ? യേശു പറഞ്ഞു, എടാ ഞാനിവിടെ നിൽക്കുന്നുണ്ട്, ഞാനാണ് ദൈവം, ഞാനാണ് സൃഷ്ടാവ്. നീ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, നിനക്ക് കാഴ്ചയല്ലേ വേണ്ടത്, പ്രാപിച്ചോ എന്ന് പറഞ്ഞാൽ നീ അങ്ങ് റിസീവ് ചെയ്തോളണം, പിടിച്ചോളണം. ആരും ഇവിടെ ഒന്നും എടുത്തു തരികേല. ആരും ഒന്നും ഇവിടെ സ്വത്രഹാലിയ ഞെക്കിപ്പിടിച്ചു തരികേല. ദൈവസഭയ്ക്കകത്ത് പ്രാപിച്ചോളണം, പ്രാപിച്ചോളണം, പ്രാപിച്ചോളണം. സൗഖ്യം വേണോ? സന്തോഷം വേണോ? സമാധാനം വേണോ? കാഴ്ച വേണോ? ശുശ്രൂഷ വേണോ? വിടുതൽ വേണോ? പ്രാപിച്ചോളണം, പ്രാപിച്ചോളണം. റിസീവ് ചെയ്യണം, റിസീവ് ചെയ്യണം. ദാ ബൈബിളിന്റെ ഭാഷ. പ്രാപിക്കണം. അപ്പൊ ദൈവം തമ്പുരാന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുക. നമ്മുടെ കൊച്ചുങ്ങളുടെ കാര്യം പോലും നടന്നിട്ടില്ല. പക്ഷെ വേദപുസ്തകത്തിന്റെ ഉപദേശമാണ്. എടാ നീ എൻ്റെ മോനാണ്, ദൈവത്തിന്റെ മനുഷ്യൻ. അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? നമ്മൾ വായിച്ച തിമോത്തിയോസിൽ എഴുതി കണ്ടോ? ഒരു വാക്ക് കണ്ടോ? ദൈവത്തിന്റെ മനുഷ്യൻ. ദൈവത്തിന്റെ മനുഷ്യൻ. അവനോട് പറയാം, നീ ദൈവത്തിന്റെ മനുഷ്യനാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, എൻ്റെ കൊച്ചിൻ്റെ കാര്യം പോലും നടന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് തെക്ക് വടക്ക് അതിനൊക്കെ ഒരു സമയമുണ്ട്. ശരിയാണ്, ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഞാനും നേരിട്ടിട്ടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ഒരു ഷർട്ട് മാത്രം ഇട്ടുകൊണ്ട് 3-3.5 കൊല്ലം സ്തോത്രം ഞാൻ ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാലമുണ്ട്. അതിൽ കൂടെയൊക്കെ ദൈവം ആരെയും കൊണ്ടുവരുള്ളൂ. സ്തോത്ര ഹല്ലേലൂയ. അതിനൊക്കെ അങ്ങനെയൊരു സമയം വരുമ്പോൾ തിരിച്ചറിഞ്ഞ് ദാവീദ് പറഞ്ഞതുപോലെ നീ മുമ്പും പിൻപും അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അടുത്ത വാക്ക്, ഈ പരിജ്ഞാനം എനിക്ക് അത്ഭുതമാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മൊത്തം
വിശദീകരിക്കേണ്ട ദൂതാണ്. എല്ലാം കർത്താവ് ഇങ്ങനെ കട്ട് പീസ് ഇടുമ്പോൾ ഇട്ട് തരിക. ദാവീദ് പറയുന്നു, മുമ്പും പിൻപും അടച്ച് എൻ്റെ ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുക. പക്ഷെ എനിക്ക് അത്യത്ഭുതമായി തോന്നിയത് എന്നാണെന്നറിയാമോ? ദൈവം എന്നെ പോലത്തെ ഒരു മനുഷ്യൻ്റെ പുറത്ത് അവൻ്റെ കൈ കൊണ്ട് വെച്ചല്ലോ. നമ്മൾ ഓർത്ത് നോക്കിയേ, ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനകത്ത് വരുന്നു, കാണാൻ വേണ്ടി നിൽക്കുക. പാലത്തിൽ നിന്ന് നരേന്ദ്രമോദി വർത്തമാനം പറയുക. നമ്മൾ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരുടെ തോളയിൽ ഇങ്ങനെ കൈവയ്ക്കുകയല്ലേ? അതും ചെയ്യുകയില്ല അല്ലേ? തോളെ ഇങ്ങനെ കൈവയ്ക്കുകയല്ലേ? അപ്പോൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, നിങ്ങൾ അതിനകത്തുകാരനാണ്, നിങ്ങളോട് അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ തോളെ കൈവച്ചുകൊണ്ട് കുറച്ചു നേരം, നിങ്ങളോടല്ല, ഇങ്ങനെ തോളെ കൈവച്ചുകൊണ്ട് ഇവിടെയുള്ള പാർട്ടി നേതാക്കളോട് വർത്തമാനം പറയുവാണെങ്കിൽ ചാനലുകാരും പത്രക്കാരും നാളെ പത്രത്തിനകത്ത് ഏതായിരിക്കും ഫ്രണ്ട് പേജ് വരുന്ന പടം? നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നവരല്ലെന്ന് തോന്നുന്നു. എൻ്റെ ദൈവമേ, എനിക്കറിയാം, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അങ്ങനെ ഒരു പടം കിട്ടിയ പത്രക്കാർ വിടുവോ? അവരത് മാത്രം ഫോക്കസ് ചെയ്ത് ഇന്നത്തെ യൂട്യൂബിനകത്ത് ഏറ്റവും വലിയ എന്താ പറയാ സ്വത്ര തരംഗമായി മാറും, വൈറലാവും. ഒരു നേതാവ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറ് കുറച്ച് നേരം വർത്താനം പറയുമ്പോൾ എൻ്റെ തോളെ കൈവച്ചുകൊണ്ട് സ്വത്രം അദ്ദേഹം വർത്താനം പറയുകയാണെങ്കിൽ ആ രംഗം നാളെ ഇവിടെ വലിയ വാർത്തയാവും. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കിയേ, ദാവീദ് ദൈവത്തിൻ്റെ കൈ ദാവീദിൻ്റെ മേൽ വെച്ചു. എൻ്റെ ആ വാക്ക് കേൾക്കണം, അവിടെയാണ് നമ്മുടെ ഈ ട്വിസ്റ്റ് കിടക്കുന്നത്. ദൈവം തമ്പുരാൻ്റെ കൈ അങ്ങനെ കയറി മുമ്പും പുറവും അടച്ചിട്ട് വെച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ കൈ വെച്ചപ്പോൾ, ദൈവത്തിൻ്റെ കൈ ആട്ടടയനായിരുന്ന എൻ്റെ മേൽ വെച്ചത് എനിക്ക് അത്ഭുതമാകുന്നു എന്നല്ല പറഞ്ഞത്. അതല്ല, വായിച്ചു നോക്കി, അല്ല. പിന്നെ എന്താ പറഞ്ഞത്? ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ഇപ്പൊ എൻ്റെ പുറത്ത് വെച്ച കൈ എൻ്റെ ദൈവത്തിൻ്റെ കൈയാന്നുള്ള തിരിച്ചറിവ്, അതാ പരിജ്ഞാനം. മനസ്സിലായോ? ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, എനിക്കത് തിരിച്ചറിയാൻ പറ്റും. ദൈവം എൻ്റെ പുറത്ത് കൈവച്ചു എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി, അതാ പരിജ്ഞാനം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പെന്തിക്കോസുകാരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ആര് കൈവച്ചാലും സാത്താനെ വെച്ചെന്നേ പറയുള്ളൂ. പ്രത്യേകിച്ച് മുമ്പും പുറകും അടച്ചിട്ടല്ലേ വെച്ചേ, അല്ലേ? മുമ്പും പുറകും അടച്ചിട്ട് കൈ വെച്ചാൽ നമ്മൾ ആരാന്ന് പറയും ഞായറാഴ്ച സാക്ഷ്യത്തിൽ? എൻ്റെ പൊന്നു പാസ്റ്ററെ, 2 ആഴ്ചയായിട്ട് മുമ്പും പുറകും അടച്ചാൽ കള്ളം കൈ വെച്ചിരിക്കുക, ഇന്ന് പ്രാർത്ഥിച്ച് പൊട്ടിച്ച് വിടാവെന്ന് പറഞ്ഞു. കർത്താവ് വെച്ചെന്നുള്ള തിരിച്ചറിവാ പരിജ്ഞാനം. അപ്പം അദ്ദേഹം പറയുന്നു, എൻ്റെ ദൈവമേ, എന്നോട് ആരും പ്രവചിച്ചില്ല, ആരും മഷിയിട്ട് നോക്കിയില്ല, എനിക്ക് മനസ്സിലായി ഈ കാര്യം അടച്ചത് ദൈവമാണ്. ഇപ്പോൾ മുമ്പും അടച്ചത് ദൈവമാണ്. ഇപ്പോൾ എന്നെ വിടാതിരുന്ന ദൈവമാണ്. ഇപ്പോൾ ആ കൈവച്ചത് ദൈവമാണ്. ഈ പരിജ്ഞാനം ഈ പരിജ്ഞാനം, ഹല്ലേലൂയ, സ്തുതിക്കുന്നു അടിയങ്ങൾ. തിരിച്ചു വരാം. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് ആഗ്രഹമുണ്ട്, വകയില്ല. അതിനിപ്പോൾ എന്ത് ചെയ്യണം? അതിന് കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കാണ്, നീ വക പ്രാപിക്കണം. എന്തിനുള്ള വക? നിന്റെ ഓട് മാറാനും നിന്റെ ബാത്റൂം സ്വത്രം പൈപ്പ് പൊട്ടിക്കിടക്കുന്ന മാറാനുമായിട്ടല്ല. സൽപ്രവർത്തിക്ക് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്യാനുള്ള വക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നീ എവിടെയെങ്കിലും പോയി പഴന്തുണി പറക്കല്ല വേണ്ടത്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവനും പറയുന്നവനും ആ പണിക്ക് ഞാൻ ആരെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, വിഷയമില്ല. പക്ഷെ ഞാൻ ഈ വാക്യം കണ്ടു. സ്വത്രം, നിനക്കൊരുവനെ സഹായിക്കണമെന്ന് മനസ്സുണ്ടോ? നിനക്കൊരുവന് തുണി മേടിച്ചു കൊടുക്കുന്ന മനസ്സുണ്ടോ? നിനക്കൊരു കൊച്ചിനെ +2 വരെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്കൊരു കൊച്ചിന്റെ ഭാവി തെളിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നീ ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിൽ നീ എന്നോട് അതിന് വക പ്രാപിച്ചോ.
വക പ്രാപിക്കുക. ഇന്ന് പകൽക്കാലത്തെ യോഗത്തിൽ കർത്താവ് സ്പെഷ്യലായി പറയുക, വക പ്രാപിക്ക്, വക പ്രാപിക്ക്. നിന്റെ സ്വപ്നത്തിൽ നീ കാണ്, നിന്റെ ഭാവനയിൽ കാണ്. അന്തക്ഷാനം പ്രൗഢം വൈദം ഋഗനം ധാരേ അത്തോരേവ ശബനേരാധ ശംദലരഗതേ. വക 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 വക, അതിനുള്ള വക പ്രാപിക്ക. വളരെ സൂക്ഷിച്ചോളണം. സ്തോത്രം. കർത്താവ് നമ്മൾ ആഗ്രഹിച്ചാൽ, സഭ ആഗ്രഹിച്ചാൽ അതിനുള്ള വക തരും. വളരെ ജാഗ്രതയിലായിരിക്കണം. അത് ഫോട്ടോ എടുത്ത് വാട്സാപ്പിലിടാനും ഫേസ്ബുക്കിലിടാനാണെങ്കിൽ നിന്റെ ആധാരം കൂടി മേടിച്ചുകൊണ്ട് കർത്താവ് പോവും. പിന്നെ നിനക്ക് ലോൺ പോലും കിട്ടിയാല. അതും പറഞ്ഞേക്കാം. അതല്ല ഇവിടെ വിഷയം. ആരും അറിയാതെ ഒരുത്തനെ സഹായിക്കാൻ നീ ദൈവവൈദ്യൽ ആ നിലവാരത്തിന് ആരും അറിയണ്ട. സ്വർഗത്തിൽ പ്രതിഫലം തന്നോളും. നിന്റെ കാശൊന്നും അല്ലല്ലോ, തമ്പുരാനിന്ന് വക പ്രാപിച്ചിട്ടല്ല കൊടുക്കുന്നേ. അവൻ തരുന്നു, കൊടുക്കുന്നു. അങ്ങനെയാണ് ദൈവാലയ പണിയുടെ സമയത്ത് ദാവീദ് പറഞ്ഞത്, അപ്പാ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങ് തന്നേ ഉള്ളൂ. അല്ല, ഞങ്ങൾ ഇവിടെ ഇവിടെ കോഴിയെ വളർത്തി ആടിനെ വളർത്തി ഉണ്ടാക്കിയതല്ല, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി തന്നേ ഉള്ളൂ. വക പ്രാപിക്കാൻ ഇന്ന് പകൽക്കാലം നിന്റെ കാഴ്ചപ്പാട് മാറട്ടെ. നീ വന്നത് നിന്റെ കൊച്ചിന്റെ അഡ്മിഷന് വഴിയുണ്ടോന്ന് അറിയാനായിരിക്കും. നീ വന്നത് നിനക്കൊരു വീട് കിട്ടുമെന്ന് അറിയാനായിരിക്കും. നിന്നെ ദൈവം മാറ്റാൻ പോകുകയാ. നിന്നെ ദൈവം മാനിക്കാൻ പോകുകയാ. നിന്നെ ദൈവം ഉയർത്താൻ പോകുകയാ. നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. നീ ദൈവത്തിന്റെ മനുഷ്യനാകാമോ? നീ ദൈവത്തിന്റെ മനുഷ്യൻ. അതാണ് അതിന്റെ യോഗ്യത. നമുക്കറിയാം, ഓരോ സ്ഥാപനങ്ങൾ വേക്കൻസി വെക്കുമ്പോൾ അതിന് യോഗ്യത വെക്കും. ദൈവം വെച്ചിരിക്കുന്ന യോഗ്യത, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വക പ്രാപിപ്പാനുള്ള യോഗ്യത. പെന്തിക്കോസുകാരനാകണമെന്നല്ല, എവിടെയെങ്കിലും പോയി സ്നാനപ്പെട്ടിട്ട് കറങ്ങി നടക്കണമെന്നല്ല, 500 രൂപ വെച്ച് കൊച്ചിന്റെ ശമ്പളം കിട്ടുമ്പോൾ വടക്കേണ്ടിക്ക് അയച്ചു കൊടുക്കുന്നവനെന്നല്ല. ദൈവത്തിന്റെ മനുഷ്യനാകണം. ദൈവത്തിന്റെ മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ആപ്ലിക്കേഷൻ അയക്കാം. ഞാൻ ദൈവത്തിന്റെ മനുഷ്യനാണ്, എനിക്ക് പുകഴ്ച വേണ്ട, എനിക്ക് പേര് വേണ്ട, എന്റെ പേര് ലിസ്റ്റിൽ വരണ്ട, എനിക്കൊരാഗ്രഹമുണ്ട്, ചിലരെ എന്റെ നാട്ടിൽ സഹായിക്കണം, ഈ ദൈവം നല്ലവനാന്ന് പറയണം. അപ്പച്ച പച്ച 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 റബന ധാര ശബാന ഹംദ താരാഗ റീഗ ശബന. ഹല്ലേലൂയ. ഹോളി 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 ഹോളി. പ്രാർത്ഥിക്കുന്നവർ ദൈവത്തോട് ഒരു മിനിറ്റോടെ പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളൊരു വാക്യം വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ടോ? ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കാണ്, അവൻ പുരാതന സമ്പത്തിനുടമയാണ്. പുരാതന സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഏറ്റവും കൂടുതൽ ബൈബിളിൽ ഈ പദങ്ങൾ പഠിക്കും, ശ്രദ്ധിക്കും. പദാനുപദങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റാണ്. നമ്മൾ ഹരം കൊള്ളുന്ന ഈ പദങ്ങൾ പഠിച്ചാൽ ഓരോ പദത്തിനും അസാധാരണ അർത്ഥമുണ്ട്. അതിനകത്ത് ഗ്രീക്കും ഡിക്ഷണറി ഒന്നും പോകണ്ട, നമ്മുടെ മൈൻഡ് അതിനകത്തൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ദൈവം പറയുന്നു, എൻ്റെ കയ്യിൽ പുരാതന സമ്പത്തുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? നമ്മുടെ നാട്ടിൽ പറയത്തില്ല അച്ഛാ, പുതുപ്പണം അതിനകത്ത് പറയാറുണ്ടോ അമ്മമ്മ? എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മൾ പറയാം, നിൻ്റെ അപ്പനൊക്കെ പിണങ്ങരുതേ, ഞാൻ സത്യം പറയാൻ വേണ്ടി പറയാം കേട്ടോ. എൻ്റെ അപ്പനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ ഇടാൻ വന്നുകൊണ്ടിരുന്നവനാ. എൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ പാത്രം കഴിച്ചു, നീ ഇപ്പോഴല്ലേ പുത്തം കണ്ടത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവൻ പുതുപ്പണക്കാരനാണ്. ഇപ്പം എങ്ങാണ്ട് ഒരു പെങ്കൊച്ച് ഓസ്ട്രേലിയയിൽ പോയി, അതിൻ്റെ കൊഴുപ്പായി കാണിക്കുന്നത്. അതാണ് പുതുപ്പണം.
സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ എങ്ങാണ്ടും കിട്ടി, വീട് പണിയുന്നു, മതില് പണിയുന്നു, പട്ടിയെ വളർത്തുന്നു. സ്തോത്രം. പിന്നെ എന്തൊക്കെ ഇത് പുതുപ്പണം കണ്ടാലറിയാം. കാശ് കണ്ട ആർത്തി തീയുന്ന 3-4 തലമുറയായി അങ്ങനെയുള്ള സ്തോത്രം വീട്ടുകാരുണ്ട്. അവര് പുത്തൻകൂറ്റ് പണക്കാരല്ല, പുരാതന സമ്പത്തുള്ളവന്. ദൈവം തമ്പുരാൻ പറയുന്നു, നിങ്ങളെല്ലാം കൂടി കേരളത്തിൽ ഞായറാഴ്ച ഇടുന്ന സ്വോത്രകാഴ്ച അങ്ങോട്ട് അയച്ചു തരുന്ന കൊണ്ടല്ല നമ്മൾ കമ്പനി ഓടിക്കുന്നത്. എന്നാ കർത്താവ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ദാരിദ്ര്യം തീർത്തേ വിടുകയുള്ളൂ, കണ്ണ് തുറന്നേ വിടുകയുള്ളൂ. ദൈവം പറയുന്നു, എന്റെ കയ്യിൽ പുരാതന സമ്പത്താ എന്ന് പറഞ്ഞാൽ എടുക്കാത്ത പണം, പൂത്ത പണം എന്ന് പറയില്ലേ. 30-ാം തീയതി ശമ്പളം കിട്ടുന്ന അന്ന് വൈകുന്നേരം വീട്ടിൽ വന്ന് ഭാര്യയും ഭർത്താവും കൂടി നോട്ട് വീതം വെക്കുക. പലചരക്കടയിൽ 4000, 8,500 മാറ്റി വെച്ചു കൊടുത്തു. സ്തോത്രം. അത് കഴിഞ്ഞ് പത്രക്കാരന് 500, ഒരു 500 മാറ്റി വെച്ചു കൊടുത്തു. പാലുകാരന് 3500, 7,500 മാറ്റി വെച്ചു കൊടുത്തു. സ്തോത്രം. പിന്നെ KSF-യിലെ ചിട്ടിക്ക് 20,500 മാറ്റി വെച്ചു കൊടുത്തു. സ്തോത്രം. പിന്നെ ബാക്കി കൊച്ചിന് മരുന്ന് ഫീസ് പറയണ്ടല്ലോ. ഇനി പിന്നെ 500 അച്ചാൻ എവിടെയെങ്കിലും ഉണ്ടാക്കാം, വരച്ചെടുക്കണം. കയ്യിലിരുന്ന് മുഴുവൻ അമ്മാമ്മയ്ക്ക് കൊടുത്തു. 30-ാം തീയതി കിട്ടുന്നത് 10-ാം തീയതി തീരുമ്പോൾ പൂത്ത പണം കാണുകയല്ല, അന്നന്ന് തീരുക. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ ഭാഷ ഉപയോഗിക്കുക കേട്ടോ, ദൈവം പറയുന്നു എൻ്റെ കയ്യിൽ പൂത്ത പണം ഇരിക്കുന്നുണ്ടാ. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് വെപ്രാളപ്പെടുത്തിയ കാര്യമാണ്. ഈ സ്വർഗത്തിലെ അപ്പൻ്റെ കയ്യിൽ പൂത്ത പണം ഇരിക്കുമ്പോഴാണ് പിള്ളേർ ഇവിടെ ശവക്കോട്ടയ്ക്ക് കുറ്റിയും പിരിച്ചുകൊണ്ട് നടക്കുന്നു. വിരോധാഭാസമല്ലേ? അല്ല, ഞാൻ ചിരിക്കാൻ വേണ്ടി പറയുകയല്ല. എന്നെ അപ്പന അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പലരും അപ്പനല്ലേ, അതേ ഇരിക്കുന്ന നല്ല അപ്പന്മാർ. നിങ്ങളുടെ കയ്യിൽ പൂത്ത പണം ഇരിക്കുമ്പോൾ നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചയച്ചിട്ട് ആ പെങ്കൊച്ചിൻ്റെ കുഞ്ഞിന് ഫീസ് കൊടുക്കാനില്ലാതെ കൊച്ചിനെ പുറത്തിറക്കി നിർത്തിയിരിക്കുന്നു. സ്തോത്രം. നിങ്ങളത് അറിഞ്ഞിട്ട് നിങ്ങൾ ഈ പൂത്ത പണം തൊടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ അപ്പന നിങ്ങൾ അപ്പന അത് കൂടാൻ പറ്റുമോ? കല്യാണം കഴിച്ചു വിട്ടോടുകൂടി നിങ്ങളുടെ അപ്പൻ സ്ഥാനം പോയോ കൊച്ചൻ്റെ ഇടുന്ന്? അപ്പൊ ദൈവം പറയുന്നു, എൻ്റെ പുരാതന സമ്പത്തിരിക്കുന്നു, എടുക്കാത്ത പണം ഇരിക്കുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് പറ്റി? അപ്പൊ എന്തോ കോൺട്രഡിക്ഷൻ, എന്തോ പ്രശ്നമുണ്ട്. സ്തോത്രം. എന്തോ പറ്റി? ഞാൻ നിങ്ങളോട് പറയാം. ദൈവം ബാക്കിയെല്ലാം, ദൈവം കൃപാവരത്തെക്കുറിച്ചൊക്കെ പറയും. ഒരുത്തന് കൃപാവരം കൊടുത്തിട്ട് മറ്റുള്ള പറയുകയാണതേ, നീ കൃപാവരം കൊടുത്തോണ്ടേ അവിടെ നിന്നുകൊണ്ട് സ്തോത്രം കൃപാവര ശുശ്രൂഷയും ചെയ്യുന്നു, പിന്നെ അവൻ സ്തോത്രം വേറെ ഏതാണ്ടും കൂടി സൈഡ് ബിസിനസ്സോടെ ചെയ്യുന്നു എന്ന് ദൈവത്തോട് പറഞ്ഞാൽ കർത്താവ് പറയും, ഞാൻ എൻ്റെ കൃപാവരത്തെക്കുറിച്ച് അനുദവിക്കുന്നില്ല, അവൻ കൊണ്ടോട്ടെ. അവൻ കൊണ്ടുപോയിട്ട് ആളെ ഉണ്ടാക്കുക, സ്വോത്രാജെടുക്കുക ചെയ്യട്ടെ കർത്താവിന്. പക്ഷെ കർത്താവിൻ്റെ പണം എല്ലാവർക്കും കൊടുക്കുകയല്ല. അത് കേട്ടോ. നിങ്ങൾക്ക് പ്രവചനം വേണോ, ഇതൊക്കെ വേണമെങ്കിൽ ഇഷ്ടം പോലെ അതിനകത്ത് ചുമ്മാ തപ്പിപ്പറക്കി എടുത്താൽ കൃപാബലമുള്ളൊരു 110 പേരെ എടുക്കാം. പക്ഷെ കൊച്ചിന് ഫീസ് കൊടുക്കാൻ, ഞാൻ പറയുന്നത് സരളമായിട്ടെടുക്കരുത്. വിശ്വസ്തന്മാരുടെ കയ്യിൽ മാത്രമേ ദൈവം പണം കൊടുക്കൂ. സ്തോത്ര. ഹല്ലേലൂയ. കണ്ണു തുറക്കണം. ഈ സഭയോടാണ് ഈ ദൂത് പറയുന്നത്, ഇന്ന് വന്നവരോടാ പറയുന്നത്. ദൈവത്തിന് ദാരിദ്ര്യമില്ല, ദൈവം ലോൺ എടുക്കണ്ട. നീ വിശ്വസ്തനായി കർത്താവിന്റെ പണത്തിൽ 1 രൂപ പോലും എനിക്ക് വേണ്ടപ്പാ, എനിക്ക് എന്റെ കാര്യം ദൈവം നടത്തുന്നു. അവിടെ സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് പോലെ സ്വർഗത്തിൽ പുരാതന സമ്പത്തുണ്ട്. വക പ്രാപിക്കാമെങ്കിൽ കണ്ണു തുറന്ന് വക പ്രാപിക്കണം.
സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, ചിലരെ രക്ഷയിലേക്ക് നയിക്കാൻ, ചില തകർച്ച മാറ്റാൻ, കർത്താവെ വക പ്രാപിക്കാൻ. ആ വാക്യം, തിമോഥെയോസിന്റെ വാക്യം ഞാനിവിടെ പ്രസംഗിക്കാൻ എഴുതി വെച്ചിരിക്കുന്നു ഒരൊരെത്തിയില്ല. ഞാനിവിടെ വന്നതിന് ശേഷമാണ് പേപ്പർ എടുത്ത് 4 വാക്യം ഇവിടെ അതിലേക്കൊന്നും എത്തുന്നില്ല. പക്ഷെ ഇവിടെ ഇട്ടു തരുന്ന വാക്യങ്ങൾ ഞാൻ ചാടി പിടിക്കുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ വെണ്ണിക്കൊടുത്ത് കൊണ്ടാക്കണം. കാരണം ഈ ദൂതൊക്കെ കിട്ടിയാൽ എന്തായിരിക്കും? പരിശുദ്ധാത്മാവ് എന്തായി പറയുന്നത് അത് സ്വീകരിക്കാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. കർത്താവിന്റെ കാശ് കൊണ്ട് നീ വട്ടിക്കൂട് പണിയാനും മതില് പണിയാനും സ്തോത്ര ആഡംബരം കാണിക്കാനും പോയാൽ ഞാൻ പറഞ്ഞല്ലോ, പലിശ തകരുന്ന കർത്താവ് തിരിച്ചു മേടിക്കും. വിശ്വസ്തനായിരുന്നാൽ വക പ്രാപിക്കാം. ഒരുപാട് പേരെ നമുക്ക് സഹായിക്കാം. കാരണം സ്വർഗം പറഞ്ഞിരിക്കുന്നു സൽപ്രവർത്തിക്കുള്ള വക. സൽപ്രവൃത്തി ചെയ്യണം ആളെ വക. അത് ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം. ഞാൻ പറയുന്നതിൻ്റെ ഓപ്പൺ മൈൻഡ് ചിന്തിക്കണം. സ്കൂൾ തുറക്കാൻ നേരത്തെ എവിടെങ്കിലും 4 സ്ലേറ്റോ പെൻസിലോ മേടിച്ചു കൊടുക്കണം. അവിടെ എന്തോരം പേര് കൊടുക്കുന്നു. നീ ദൈവത്തിൻ്റെ പാദമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആരും അറിയാതെ ചിലരുടെ തകർച്ച മാറ്റാൻ നിന്റെ അടുക്കൽ ദൈവം അയക്കും. പൗലോസ് സ്തോത്രകാഴ്ച കൊണ്ട് പോകുമ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. സ്തോത്രം. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ യെരൂശലേമിൽ ചെല്ലുമ്പോൾ ഇതെല്ലാവരെയും കൂടി വിളിച്ചു വരുത്തി ഒരു ബാനറും കെട്ടി ക്യാമറക്കാരെയും വിളിച്ചിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ലിസ്റ്റിൻ പ്രകാരം അവരുടെ സ്തോത്ര ആൾക്കാർക്ക് എഴുതി വെച്ചിരിക്കുന്ന പ്രകാരം വീതം വെച്ച് കൊടുക്കാൻ സമ്മതിക്കരുത്. ഇത് കിട്ടേണ്ടവൻ്റെ കയ്യിൽ തന്നെ കിട്ടാൻ. മനുഷ്യന്റെ കാഴ്ചപ്പാട്. അവിടെ ചെല്ലുമ്പോഴേക്കും പറയും ഇവിടെ നിന്ന് എഴുതി അയക്കും. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഒരാളെ ആക്കിയിട്ടുണ്ട്, അവരെഴുതി അയക്കുകയാണ്. സ്തോത്രം, ഈ മാസം 4 പേർക്ക് കൊടുക്കണം, ഇന്നരാണ്. പക്ഷെ ദൈവം തമ്പുരാന്റെ മുമ്പിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. ആരാണ്ട് തന്ന ലിസ്റ്റല്ല, പാവപ്പെട്ട ദൈവമക്കൾ പണിയെടുത്തിട്ട് എൻ്റെ തന്നുവിടുന്നതാ. അല്ല, ദൈവം തമ്പുരാൻ നോട്ടടിക്കുന്നില്ല, പൗലോസിന് നോട്ടടിക്കുന്നില്ല. സ്തോത്രം. നമ്മുടെ കയ്യിൽ വരുന്നതൊക്കെ എവിടെയെങ്കിലും അധ്വാനിക്കുന്നവരോ വിദേശ രാജ്യത്തേക്ക് അധ്വാനിക്കുന്നവർ, അവരാണ് ഈ പലപ്പോഴും പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൈത്താങ്ങൾ തരുന്നത്. ഞാൻ കരഞ്ഞുകൊണ്ട് പലപ്പോഴും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കത് കൈകാര്യം ചെയ്യാൻ പേടിയാണ് കർത്താവേ. കാരണം സ്തോത്രം, ഞാൻ ഭയപ്പെടുന്നു. ഇതെൻ്റെ അല്ല, പാവപ്പെട്ട ആരൊക്കെയോ. ഞങ്ങൾ സാധാരണ എന്തെങ്കിലും ഒരു കാര്യം, ഞങ്ങളുടെ ചർച്ചയിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളുടെ കാര്യം പറയുമ്പോൾ സ്തോത്രം, ഈ ഓൺലൈനൊക്കെ ഉള്ളതുകൊണ്ട് ദൂരത്തുള്ള പലരും സ്തോത്രം അവരെന്നെ വിളിച്ച് ചോദിച്ച് അവർ കൈകാര്യം ചെയ്യാറുണ്ട്. ഒരാൾ തന്നെ 4, 3, 7 പ്രാവശ്യം ചെയ്യാറുണ്ട്. ഞാൻ ഭയപ്പെടും. കാരണം അവർ പാവപ്പെട്ടവർ രാത്രി 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന നേഴ്സസൊക്കെയാണ്. വീട്ടിലെല്ലാവരും അനുകൂലമല്ല. അവർ ഉറക്കളച്ച് 12 മണിക്കൂർ തറയിൽ ഇരിക്കാതെ പണിയുന്ന നടുവേദനയുള്ള, നട്ടല് വേദനയുള്ള, സ്തോത്രം, നട്ടലിൻ്റെ കണ്ണികൾ വളഞ്ഞു നിൽക്കുന്ന പാവപ്പെട്ട സഹോദരിമാർ, കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അയച്ചു തന്ന പണം കൊണ്ട് നീ ഇവിടെ കുഴിമന്തി അടിച്ചു നടന്ന മനസ്സിലാവുന്നല്ലോ. നിനക്ക് ആഹാരം കഴിക്കാം, നിന്റെ കൊച്ചുങ്ങൾക്ക് വേണ്ട. പക്ഷെ നീ ഇവിടെ ആഡംബരപ്രിയനായാൽ നീ കണക്ക് പറയേണ്ടി വരും. ആരോടാണെങ്കിലും. ഞാൻ കേരളത്തോട് ഓൺലൈനും കൂടി ചേർത്ത് വച്ചാ പറയുന്നത്. അതുകൊണ്ട് സ്വർഗം പറയുന്നു, വിശ്വസ്തയോടെ നിന്നാൽ, വിശ്വസ്തനായിരുന്നാൽ എന്റെ ദൈവം നിന്റെ ദാരിദ്ര്യം മാറ്റുമെന്നല്ല, നിന്നെ വെച്ച് കുറെ പേരെ കൂടെ എന്റെ കർത്താവ് സഹായിക്കാം. അതിന് ദൈവം ഇന്ന് ചിലരെ അവന്റെ രക്തം കൊണ്ട് മുദ്ര വെക്കുക, കർത്താവ് തൊട്ടു മാറ്റുക. നിന്റെ ബുദ്ധിമുട്ട് ദൈവത്തിനറിയാം, നിന്റെ ഭാരം ദൈവത്തിനറിയാം. ഈ പൗലോസ് എന്ന് പറഞ്ഞ കക്ഷി എന്നെ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ കടന്നിട്ടുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ നിന്നെ കൊണ്ട് ചിലരെ സഹായിക്കാൻ, നിന്നെ കൊണ്ട് ചിലരെ പണിതെടുക്കാൻ കർത്താവിന്റെ കരം ഇന്ന് നീണ്ടു വരികയാ. ഈ സഭയെ ദൈവം ഈ പ്രാവശ്യത്തെ ഉപവാസത്തിൽ ഞാൻ ചക്കരവാക്ക് പറയുകയല്ല, ആത്മാവിന്റെ വെളിപ്പാട് പറയുകയാ. കർത്താവിന്റെ കാഴ്ചപ്പാടിലേക്ക് വാ, ദൈവത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് വാ. ഭയത്തോടെ ഈ പ്രവാസകാലം ശുശ്രൂഷ ചെയ്യുക. ദൈവം തെളിയിക്കും.